ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹർഷയുടെ വീട്ടിലേക്ക് ഇന്ദ്രൻ സുശീലയുടെ ഡ്രസ്സുമായിട്ട് പോവുകയാണ്. ആ സമയത്ത് സത്യം പറയുന്നുണ്ട്, ഏട്ടനിപ്പോൾ അവിടേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ, നാളെ തന്നെ അമ്മ ഇവിടേക്ക് വരുന്നതല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അമ്മക്ക് ഉടുക്കാൻ വേറെ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കൊണ്ടു കൊടുക്കാം എന്ന് പറയട്ടോ. എന്നാൽ ശരി, ഏട്ടൻ പെട്ടെന്ന് പോയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ്. അപ്പോൾ സോനയും ശ്യാമും കൂടി പറയുന്നുണ്ട്, അല്ല ഇനിയിപ്പോൾ അവിടെ പിടിച്ചു നിർത്തുമോ ആണാവോ, ഹർഷയുടെ സ്വഭാവമല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, ഏട്ടൻ എന്തായാലും വീഡിയോയ്ക്ക് വരുമെന്ന് സത്യം പറയുകയാണ്. അങ്ങനെ ഭാനു അമ്മയും സോനയും കൂടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ശ്യാമു വീണ്ടും സത്യനോട് പറയുന്നുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് ഊണ് വേണ്ട എന്നും പറഞ്ഞ് അവിടെ നിന്നും പോന്ന അതേ തൻ്റെ ഇടം ഇതിലും കാണിച്ചാൽ മതിയായിരുന്നു, അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ പിടിച്ചു നിർത്തും, അതാണ് ഹർഷയുടെ സ്വഭാവം എന്നൊക്കെ പറയാണ്. അങ്ങനെ അവരകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം ഇന്ദ്രൻ ഹർഷയുടെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ഹർഷയാണെങ്കിലോ ഇന്ദ്രൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടതോടുകൂടി പുറത്തേക്ക് എണീറ്റ് വരിക. അല്ല നിനക്കല്ല സുഖമില്ല എന്ന് പറഞ്ഞത്, എന്നിട്ടാണോ നീ എണീറ്റ് വരുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ദ്രൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടു, അപ്പോൾ ഓടി വന്നതാണ് എന്ന് പറയട്ടോ. അങ്ങനെ ആ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അല്ല അമ്മ എവിടെ, അമ്മയുടെ കയ്യിൽ കൊടുത്തോളാം എന്ന് പറയാം, അമ്മ ഇവിടെ ഉണ്ട്, സുശീലാൻ്റെ ഇവിടെ ഉണ്ട്, വായോ ഇന്ദ്ര എന്നും പറഞ്ഞ് ഇന്ദ്രൻ്റെ കൈ പിടിച്ച് ഹർഷ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ദ്രന് കൈ അങ്ങ് തട്ടി മാറ്റുകയാണ്, എന്നെ ആരും പിടിക്കണ്ട എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് ഇന്ദ്രൻ ഒരു ദേഷ്യത്തോട് കൂടിയിട്ട് ഹർഷയെ നോക്കിയിട്ട് പിന്നെ സുശീലയുടെ അടുത്ത് പോയിട്ട് ആ ഡ്രസ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഹർഷ ഇന്ദ്രൻ പോയി കഴിഞ്ഞ ശേഷം കൈ നീ ഇപ്പോൾ തൽക്കാലം തട്ടി മാറ്റിയാലും നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും വിട്ടുകളയില്ല എന്നുള്ള ഭാവത്തിൽ ഹർഷ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് ദയയും മഞ്ചാടിയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. ദയ മഞ്ചാടി റൂമിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചേച്ചിമാരുടെ റൂമിൽ കിടന്ന് അവരുടെ സങ്കടവും ഉപദേശവും തന്നെയായിരിക്കും എനിക്കും കേൾക്കേണ്ടി വരിക എന്ന് പറയട്ടോ. അപ്പോൾ മഞ്ചാടി പറയുന്നത്, അതിന് ഞാനിപ്പോൾ ഇനി ഹോസ്റ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ദയ റൂമിൽ തനിച്ച് കിടക്കേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ സാധ്യതയില്ല, ചീരുവും മക്കളും ചിലപ്പോൾ ആ റൂമിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതും ഉണ്ടാവാറുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാലും ചീരു ചേച്ചിയും മക്കളും ആ റൂമിൽ വന്ന് കിടക്കാറുണ്ട് എന്ന് പറയട്ടോ. അല്ല എന്ത് ധൈര്യത്തിലാണ് ചീരു ഇപ്പോൾ ഇങ്ങനെ ഒരു അവിവേകത്തിന് മുതിർന്നത്, എന്തായാലും ആ വിനയനുമായിട്ട് എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ എന്തിനാണ് മൂന്നാമതൊരു കുഞ്ഞിന് ചീരു ഇങ്ങനെ ഒരു പൊട്ടത്തരം കാട്ടിയത് എന്നൊക്കെ പറയാം കേട്ടോ. അതിന് ചീരു ചേച്ചിയും അനു ചേച്ചിയും കൂടി ആ കുഞ്ഞിനെ കളയാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷേ വിനയേട്ടൻ അത് എങ്ങനെയൊക്കെയോ മണത്തറിഞ്ഞ് അത് കൈയോടെ പിടികൂടി, അല്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഇപ്പോൾ കളഞ്ഞേനെ അനുചേച്ചിയും ചീരു ചേച്ചിയും പറയട്ടോ. അല്ല ഒരു കണക്കിന് അതിന് ഇനിയും വഴുകിയിട്ടില്ല, ഞാനൊക്കെ ആയിരുന്നെങ്കിൽ തൻ്റെ അടുത്തോട് കൂടിയിട്ട് ആ കുഞ്ഞിനെ ഞാൻ കളയുമായിരുന്നു, അല്ല ഇത് അച്ഛൻ അറിഞ്ഞതല്ലേ, അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും സമ്മതിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇനിയും വഴുകിയിട്ടൊന്നുമില്ല, ഇനിയും അങ്ങനെയൊക്കെ ചെയ്യാം, ഞാനായിരുന്നെങ്കിൽ ഞാൻ അത് എപ്പോഴോ കളഞ്ഞിട്ടുണ്ടായേനെ, തൻ്റെ അടുത്തോട് കൂടിയിട്ട് ഇനിയെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് അനുഭവിക്കേണ്ടി വരും. അത് കേട്ടപ്പോൾ മഞ്ചാടി പറയണ, അത് ശരിയാ, ദയചേച്ചിക്ക് നല്ല ധൈര്യമുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഇപ്പോൾ പ്രശ്നമുണ്ടാക്കി വന്നിട്ടും ഇവിടെ ഒരു കൂസലുമില്ലാതെ ദയചേച്ചി കഴിയുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ അതിശയം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഇനിയെങ്കിലും നമ്മൾ തന്നെ തീരുമാനിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ട് മോളെ നീ ഒരു കരക്കിരി രക്ഷപ്പെട്ടു, ആ ഗോകുലുമായിട്ടുള്ള കല്യാണം മുടങ്ങിയത് കൊണ്ട് നിനക്ക് ഇനി രക്ഷപ്പെടാം, കാരണം അല്ല എന്നുണ്ടെങ്കിൽ ആ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ പണക്കാരൻ്റെ വീട്ടിൽ ഒരു അടിമയെ പോലെ നീ കഴിയേണ്ടി വന്നേനെ എന്നൊക്കെ മഞ്ചാടിയോട് ദയ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല ചേച്ചി, ഞാൻ ഇനി ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്, എനിക്കിനി നന്നായിട്ട് പഠിക്കണം, എന്നിട്ട് ഒരു ജോലി വാങ്ങണം, എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം, അത് ഞാൻ നേടിയെടുക്കും എന്നൊക്കെ ദയ മഞ്ചാടി പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്താണ് അനു വിളിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. മഞ്ചാടിയെയും ദയയും അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് സച്ചി സാറിൻ്റെ ഭാര്യ ഇന്ദുവിൻ്റെ കല്യാണത്തിനെ കുറിച്ച് പറയുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ജോത്സ്യർ പറഞ്ഞ ദിവസം അധികമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് മോളുടെ കല്യാണം നടത്തേണ്ടേ എന്ന് പറയുമ്പോൾ സച്ചി സാറ് പറയുകയാണ്, അതിന് നല്ലൊരു ബന്ധം വന്നാൽ മാത്രമല്ലേ മോളുടെ കല്യാണം നടത്താൻ കഴിയുള്ളൂ, അല്ലാതെ അങ്ങനെ ഇങ്ങനെയും കല്യാണം കഴിച്ചു വിടാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയട്ടോ. അങ്ങനെ എന്ത് പറയുകയാണ്, അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, അമ്മ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഞാൻ മറ്റൊരാളുടെ ഭാര്യ ആയി കഴിഞ്ഞാലും ഈ സുശീലാൻറ്റി അവിടെ വന്നിട്ടും പ്രശ്നമുണ്ടാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിലും സംശയങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് എൻ്റെ ജീവിതം നശിച്ചു പോകും, അതിലും ഭേദം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ സത്യേട്ടനെ തന്നെ അങ്ങ് കല്യാണം കഴിച്ചാലോ എന്ന് പറയുമ്പോൾ എന്താ മോളെ നീ ഈ പറയുന്നത് എന്ന് അമ്മ പറയട്ടെ. എന്താ അമ്മേ, ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്, സത്യേട്ടൻ നല്ല സ്വഭാവത്തിൻ്റെ ഉടമ അല്ല, അവൻ രണ്ടാം കല്യാണമല്ലേ എന്ന് പറയുമ്പോൾ അതിന് സത്യേട്ടനെ ഉപേക്ഷിച്ചിട്ട് അവളല്ലേ പോയത്, അല്ലാതെ സത്യേട്ടനല്ലല്ലോ ഉപേക്ഷിച്ചത്, സത്യേട്ടൻ്റെ സ്വഭാവം അത്രയ്ക്ക് നല്ല സ്വഭാവമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമെന്ന് പറയട്ടോ. അപ്പോൾ ഗോകുൽ പറയണം, മോളെ നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, സത്യൻ്റെ നല്ല സ്വഭാവം തന്നെയാണ്, പക്ഷേ ആ സുശീല
സുശീലാൻ്റിയെ നീ എങ്ങനെ സഹിക്കും എന്ന് പറയട്ടെ, അവിടെ പോയി താമസിക്കേണ്ടേ നിനക്ക്, അപ്പോൾ എങ്ങനെ നീ അവിടെ പോയി താമസിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ, ഞാൻ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അവരെ എൻ്റെ കയ്യിലൊന്ന് കിട്ടട്ടെ എന്ന് കരുതി അവർ ഇതുവരെ ചെയ്ത് കൂട്ടിയ പാപങ്ങൾ എല്ലാം തന്നെ എൻ്റെ മുന്നിൽ വെച്ച് അവരെ കൊണ്ട് തന്നെ ഞാൻ തിരുത്തിപ്പിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് പറയുമ്പോൾ എന്താ ഏട്ടാ നിങ്ങളൊന്നും മിണ്ടാതെ ഇരിക്കുന്നത് എന്ന് ചോദിക്കാനേട്ടാ. അപ്പോൾ അല്ല, ഞാൻ ആലോചിക്കുന്നത് സത്യൻ്റെ കാര്യം തന്നെയാണ്, സുശീലയുടെ കാര്യമൊന്നുമല്ല. സത്യനെ നമുക്ക് നമ്മളുടെ വീട്ടിലേക്ക് ഇന്ദുവിൻ്റെ ഭർത്താവായി കൊണ്ടുവന്നാലോ, അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. മോൾ പറഞ്ഞതുപോലെ സത്യൻ്റെ സ്വഭാവം നല്ലൊരു സ്വഭാവം തന്നെയാണ്. അവനെ നമുക്ക് ഇന്ദുവിൻ്റെ ഭർത്താവായിട്ട് നമുക്കിങ്ങ് എടുത്താലോ, ഈ വീട്ടിൽ വന്ന് താമസിച്ചാൽ മതിയല്ലോ സത്യൻ. പിന്നീട് ഒരു പ്രശ്നവും സുശീലയെ കൊണ്ട് ഉണ്ടാവുകയുമില്ല എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ പിന്നീട് അവർ തീരുമാനിക്കാൻ പോകുന്നത്. അങ്ങനെ സത്യനും ഇന്ദുവും കൂടി ഒന്നിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഒരുക്കുകയാണ്. പിന്നീട് സത്യനും ശ്യാമും കൂടിയിട്ട് കടയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കണ്ട. അപ്പോൾ സോന പറയുന്നുണ്ട് ഇതുവരെയും അമ്മ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇനിയും വരാൻ ഉദ്ദേശമില്ലേ അമ്മയ്ക്ക്, അമ്മയെ ഇപ്പോൾ അവിടുത്തെ ഒരു അടിമയാക്കിയിട്ടാണ് ഹർഷ വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഹർഷയുടെ വീട്ടിൽ പോയി താമസിച്ചാൽ നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. പിന്നീട് അനുചേച്ചിയും അറിയും. ഇപ്പോൾ നമ്മളെല്ലാവരും അനുചേച്ചി ഒന്നും അറിയണ്ട എന്ന് കരുതിയിട്ടാണ് ഇതെല്ലാം തന്നെ മറച്ചു വെക്കുന്നത്. ജോത്സ്യർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊന്നും ആവില്ല പ്രശ്നമുണ്ടാവുക എന്ന് സോന പറയട്ടോ. എന്തായാലും ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. സത്യം പറയുകയാണ്, അല്ല ആ ഹർഷയുടെ ഭർത്താവ് രവി ഇതൊന്നും അറിയാതെ അയാൾ എന്താ ഒന്നും അറിയാത്ത ഭാവത്തിൽ നടക്കുന്നത് എന്ന് പറയുമ്പോൾ അയാൾ ഒരു പൊട്ടനെ പോലെയാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. അയാൾക്ക് ഒരു ബുദ്ധിയുമില്ല. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ അയാൾക്കൊരു സംശയം വരേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, ചിലപ്പോൾ അയാൾ അഭിനയിക്കുകയാണ്, ഉറങ്ങുന്നവരെ ഉണർത്താം, പക്ഷേ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ലല്ലോ. അതുപോലെ എല്ലാം അറിഞ്ഞുകൊണ്ട് അയാൾ അഭിനയിക്കുകയാണെങ്കിലോ. ശ്യാമ സത്യനോട് പറയുമ്പോൾ അതിന് സാധ്യതയില്ല, അയാൾ ഒരു മരമണ്ടനായിട്ടാണ് നടക്കുന്നത്. എന്തായാലും ഞാൻ ഇന്ന് അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്, ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞേ മതിയാവൂ എന്നും പറഞ്ഞ് ശ്യാമും സത്യനും കൂടി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. പിന്നീട് സത്യൻ നേരെ ചെല്ലുന്നത് ഹർഷയുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ചെല്ലുന്നത്. ആ സമയത്ത് ഹർഷയാണെങ്കിലോ മൊബൈലിൽ ഓരോന്ന് നോക്കിക്കൊണ്ട് നടക്കുകയാണ്. സുശീല പണിയെടുക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ സത്യം കാണുന്നത്. അപ്പോൾ സുശീല ഹർഷയുടെ ഡ്രസ്സൊക്കെ ഉണക്കിയത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും സത്യന് ദേഷ്യം വന്നിട്ട് അമ്മ എന്താ ഇവിടുത്തെ പണിക്കാരി ആവാനാണോ ഇവിടേക്ക് വന്നിട്ടുള്ളത്, അമ്മയ്ക്ക് ഇതുവരെയും വീട്ടിലേക്ക് വരാനുള്ള ബോധമായില്ലേ എന്നങ്ങ് ചോദിക്കും. ഇവളുടെ പണിക്കാരി ആവാനാണോ അമ്മ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ സുശീല പറയാം, നിങ്ങളെ ഞാൻ ഇതുവരെ വളർത്തി വലുതാക്കി വന്നതേ കണ്ടവരുടെ വീട്ടിൽ പോയി പണിയെടുത്തിട്ട് തന്നെയാണ് എന്ന് പറയുമ്പോൾ അക്കാര്യം ഇനി അമ്മ പറയേണ്ട, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും അമ്മയ്ക്കില്ല, അമ്മയെ പൊന്നുപോലെ തന്നെ ഞങ്ങൾ ഇനി നോക്കുമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ നിൻ്റെ ചെലവിലൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ട് നീ വെറുതെ ഒച്ച എടുത്ത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട, നീ പൊയ്ക്കോ സത്യ എന്ന് പറയുമ്പോൾ ഞാൻ പോവാനല്ല വന്നത്, ഇന്ന് രണ്ടിലൊന്ന് അറിയാൻ തന്നെയാണ് വന്നത്. ഇവളുടെ വീട്ടിൽ വന്ന് വേലക്കാരിയായിട്ട് ജീവിക്കാൻ അമ്മയെ സമ്മതിക്കില്ല, അതിന് വേണ്ടിയിട്ടാണോടി എൻ്റെ അമ്മയെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആരും സുശീൽ ആൻറ്റിയെ ഇവിടുത്തെ വേലക്കാരി ഒന്നും ആക്കി, ആൻറ്റി എന്നെ സ്വന്തം മകളായിട്ടാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ നിന്നെ പോലത്തെ ഒരു മകളെ എൻ്റെ അമ്മയ്ക്ക് വേണ്ട, ഞങ്ങൾ 3 മക്കളുണ്ട്, അത് മാത്രം മതി എൻ്റെ അമ്മയ്ക്ക് എന്ന് സുശീല പറയുകയാണ്. എന്നെ എൻ്റെ മക്കൾ നോക്കുന്നതിനേക്കാളും പൊന്നു പോലെയാണ് ഈ നിൽക്കുന്ന ഹർഷ എന്നെ നോക്കുന്നത്, നീ ഇവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കണ്ട, അവൾക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്, രവിയുണ്ട് അകത്ത് എന്ന് പറയുമ്പോൾ ആ രവിയെ കാണാൻ കൂടിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്, ഇവളുടെ നാടകം എല്ലാവരും അറിയണം, ഇപ്പോൾ അനുചേച്ചി അറിയണ്ട എന്ന് കരുതിയിട്ട് എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കുമ്പോൾ അത് തന്നെ മുതലാക്കാൻ വേണ്ടി നോക്കണ്ട, ഇന്ദ്രേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഇനിയും നുഴഞ്ഞു കയറാനാണ് നിന്റെ ശ്രമമെങ്കിൽ നീ ഈ ഭൂമിയിൽ നല്ലതുപോലെ ജീവിക്കില്ല, നീ ഇവിടെ സന്തോഷത്തോട് ജീവിക്കാൻ ഈ സത്യം സമ്മതിക്കില്ല, സത്യൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് തന്നെ ചൂടാവാൻ കേട്ടോ. നീ ജോത്സ്യരെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, പൈസ കൊടുത്ത് കള്ളം പറയിപ്പിച്ചു എന്ന് കരുതിയിട്ട് അത് സത്യമാവില്ല എന്ന് പറയുമ്പോൾ അത് സത്യമാണെങ്കിലോ എന്ന് ഹർഷ ചോദിക്കാൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഈ സത്യം പറയടേ, അതിനുള്ള ധൈര്യം നിനക്കില്ല അല്ലേ എന്ന് പറയുമ്പോൾ ഹർഷ പെട്ടെന്നൊന്നും മിണ്ടാതാവുകയാണ് കേട്ടോ. അങ്ങനെ രവി ഈ ബഹളം കേട്ടിട്ട് പുറത്തേക്ക് വരിക, ആ എന്ത് സത്യം, എന്ത് പുറത്തു നിന്ന് സംസാരിക്കുന്നത്, അകത്തേക്ക് വായോ എന്ന്, നിങ്ങൾ എന്താ എൻ്റെ അമ്മയെ ഇവിടെ വീട്ടുവേലക്കാരി ആയിട്ടാണോ നിർത്തിയിട്ടുള്ളത് എന്ന് പറയും. ഒരിക്കലുമല്ല, സുശീൽ ആൻറ്റി തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്, ഇവിടെ വന്ന് എല്ലാ ജോലികളും ചെയ്യുന്നത് സുശീൽ ആൻറ്റിക്ക് ഇഷ്ടമായിട്ടാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ അമ്മയെ മാത്രമാണോ ഇവിടെ വീട്ടുജോലി അയക്കാരിയായിട്ട് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾക്കൊരു ഹോം നേഴ്സിനെ അങ്ങനെയാണെങ്കിൽ ഏർപ്പാടാക്കിയാൽ പോരെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടല്ല സുശീൽ ആൻറ്റി ഇവിടെ വന്ന് ചെയ്യുന്നത്, സുശീൽ ആൻറ്റിക്ക് ഹർഷയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവിടെ വന്ന് സുശീൽ ആൻറ്റി തന്നെ സ്വയം എല്ലാ കാര്യവും ചെയ്യുന്നത് എന്ന് പറയാം. അല്ല ആൻറ്റി എന്ന് രവി ചോദിക്കുമ്പോൾ സുശീല പതർച്ചയോടുകൂടി പറയുകയാണ്, അതെ അതെ, ഞാൻ ഈ കുഞ്ഞെങ്കിലും ഹർഷ നല്ലതുപോലെ പ്രസവിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ്
ഞാൻ വരുന്നത് എന്ന് പറയുമ്പോൾ സത്യം പറയുകയാണ്, അങ്ങനെ വേണമെങ്കിൽ അവർ ഹോം നേഴ്സിനെ വെച്ചോട്ടെ, അമ്മ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞ് സത്യം ചൂടാവുകയാണ് കേട്ടോ.